ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ വിശ്വാസം, ആ ത്യാഗം, അതിനെ സ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ മറ്റൊരു ബലിപ്പെരുന്നാൾ കൂടി ആഘോഷിക്കുന്നു. സൗദി, UAE അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് പെരുന്നാളായിരുന്നു. കേരളത്തിൽ നാളെയാണ്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രവാസികളായിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ. അതോടൊപ്പം കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുന്ന മലയാളികൾ ഓരോരുത്തർക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. നോക്കൂ, ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കയിലെ കഅബയിൽ സംഭവിച്ച ഒരു മനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഇന്ന് പെരുന്നാൾ ദിവസമാണ് കഅബയുടെ മുകളിൽ ആ മനോഹരമായ ഒരു പ്രതിഭാസം സംഭവിച്ചത്. കഅബയുടെ നേരെ മുകളിൽ സൂര്യനെത്തുന്ന ഒരു മനോഹരമായ പ്രതിഭാസം സംഭവിച്ചു. മക്കയിലെ ളുഹർ നിസ്കാര സമയത്തോടടുപ്പിച്ചാണ് ആ പ്രതിഭാസം സംഭവിച്ചത്. മക്ക സമയം ഉച്ചയ്ക്ക് 12:18, അതായത് ഇന്ത്യൻ സമയം 2:48 സൂര്യൻ നിലനിന്നത് കഅബയുടെ നേർമുകളിലായിരുന്നു. നമുക്കിത് എല്ലാ വർഷവും സംഭവിക്കാറുണ്ട്. എല്ലാ വർഷത്തിലും 2 തവണ ഇത്തരത്തിൽ സൂര്യൻ കഅബയുടെ നേർമുകളിലേക്ക് വരാറുണ്ട്. ഇത്തരത്തിൽ കഅബയുടെ നേർമുകളിൽ സൂര്യൻ വരുന്ന സമയത്ത് കഅബയ്ക്ക് നിഴലൊന്നും ഉണ്ടാകാറില്ല. കാരണം സൂര്യൻ നിൽക്കുന്നത് കഅബയുടെ നേർമുകളിലാണ്. ഈ ഒരു പ്രതിഭാസത്തെ ശാസ്ത്രലോകം വിളിക്കുന്നത് സീറോ ഷാഡോ എന്നൊക്കെയാണ്. അതായത് നിഴലില്ലാത്ത ഒരു പ്രതിഭാസം എന്നാണ് വിളിക്കുന്നത്. എല്ലാ വർഷവും മെയ് 27 അല്ലെങ്കിൽ 28 ഈ ഒരു പ്രതിഭാസം കഅബയിൽ സംഭവിക്കാറുള്ളത്. അത് ഇന്ന് 27-ാം തീയതി അത് സംഭവിച്ചു എന്നുള്ളതാണ്. മറ്റൊരു തവണ ജൂലൈ 15 അല്ലെങ്കിൽ 16 സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വർഷത്തിൽ 2 തവണ ഈ മനോഹരമായ ഒരു പ്രതിഭാസം കഅബയിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ദിവസത്തിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇത്തരമൊരു പ്രതിഭാസം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭൂമി കറങ്ങുന്നത് അതിൻ്റെ അച്ചുതണ്ടിൽ നേരെയല്ല, നേരെ മറിച്ച് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ വർഷത്തിൽ പലപ്പോഴായി സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്ന കോണളവ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ചരിവ് കാരണം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നോക്കൂ, വർഷത്തിൽ 2 തവണയാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ന് നടന്ന ആ ഒരു പ്രതിഭാസം, അതായത് ബലിപ്പെരുന്നാൾ ദിവസം നടന്ന ആ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് 33 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് മറ്റൊരു ബലിപ്പെരുന്നാളിൽ ഇത്തരമൊരു പ്രതിഭാസം സംഭവിച്ചത് 33 വർഷങ്ങൾക്ക് മുമ്പാണ്. നോക്കിയൊരു പ്രതിഭാസം സംഭവിക്കുന്ന സമയത്ത് കഅബയുടെ ആ ഒരു ദിശ അല്ലെങ്കിൽ കിബില കണ്ടെത്താൻ ഏറ്റവും എളുപ്പമാണ്. നമുക്കറിയാം പള്ളികൾ നിർമ്മിച്ചിരിക്കുന്നത് കിബിലയ്ക്ക് നേരെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കിബില കണ്ടുപിടിക്കേണ്ട ആവശ്യകത വരുന്നില്ല. പിന്നെ മറ്റു മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് കിബില ഫൈൻഡ് ചെയ്യുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്, മൊബൈൽ ആപ്പുകളും മറ്റു സംവിധാനങ്ങളുമൊക്കെ. എന്നാൽ ഇത്തരത്തിൽ പള്ളികളില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഇത്തരത്തിലുള്ള കിബില ഫൈൻഡ് ചെയ്യുന്ന ഇത്തരം ആപ്പുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വളരെയധികം എളുപ്പത്തിൽ സൂര്യനെ നോക്കിക്കൊണ്ട് മാത്രം, സൂര്യൻ്റെ ആ ഒരു ദിശ നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് എളുപ്പത്തിൽ കിബില നിർണ്ണയിക്കാൻ സാധിക്കും. അതായത് ഒരു പ്രതിഭാസം നടക്കുന്ന സമയം, ആ സമയത്ത് അത് കൃത്യമായ സമയം കൊടുക്കാറുണ്ട്. ആ സമയത്ത് നമ്മളൊരു വടി കുത്തനെ ഒന്ന് നിർത്തുക. ആ കുത്തനെ നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായും ആ വടിക്കൊരു നിഴലുണ്ടാകും. ആ നിഴലിന് നേർവിപരീതം, അതായത് ആ വടിയിൽ നിന്നും അടിക്കുന്ന ആ നിഴലിൻ്റെ നേർവിപരീതം, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കിബില എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ സൂര്യദർശനം സാധ്യമായ ആർക്കും തങ്ങളുടെ വീട്ടിലോ മറ്റേതൊരു സ്ഥലത്തോ ഇരുന്നു കൊണ്ട് 100% കൃത്യതയോടെ ആ കിബില, അതിൻ്റെ ദിശ ലളിതമായി നിർണ്ണയിക്കാൻ സാധിക്കും. ഈ സൂര്യനെ പോലെ തന്നെ ചന്ദ്രനും ഇതുപോലെ കഅബയുടെ നേർമുകളിലേക്ക് എത്താറുണ്ട്. എന്നാൽ ഇവിടെ സൂര്യൻ്റെ വിഷയത്തിൽ കൃത്യമായ ഡേറ്റും സമയമൊക്കെ പറയാൻ സാധിക്കുമെങ്കിലും, എന്നാൽ ഇവിടെ ചന്ദ്രൻ്റെ വിഷയത്തിൽ ഇതിന് കൃത്യമായ തീയതികളോ ഒരു വർഷത്തെ കൃത്യമായ എണ്ണമോ പറയാൻ കഴിയില്ല. ഈ ഒരു പ്രതിഭാസം ഒരുപക്ഷെ വർഷത്തിൽ പലതവണ സംഭവിക്കാം. ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഈ ഒരു പ്രതിഭാസം നടക്കുന്ന സമയത്ത് ഇവിടെ കിബില വളരെയധികം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ചന്ദ്രന് നേരെ നോക്കി നിൽക്കുന്ന ആ ദിശയിലായിരിക്കും കിബിലയുണ്ടാവുക. 2026 ഫെബ്രുവരി 28 രാത്രി മക്കയിലെ സമയം 10:40 ഇത്തരത്തിൽ ചന്ദ്രൻ കഅബയ്ക്ക് കൃത്യം മുകളിൽ വന്നിരുന്നു. അന്ന് ആ സമയത്ത് ചന്ദ്രൻ 90% പ്രകാശപൂർണമായ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതോടൊപ്പം അറഫ ദിനത്തിൽ ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹം, ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹം അറഫ മൈതാനിയിലേക്ക് ആ നടന്നു നീങ്ങുന്ന, തടിച്ചുകൂടുന്ന ആ ഒരു കാഴ്ച അത്ഭുതത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണാൻ കഴിയില്ല. അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം.
നമുക്കറിയാം ഇസ്ലാമിൽ ഏറ്റവും മഹത്വമേറിയതും പുണ്യവുമുള്ള ദിവസങ്ങളിലൊന്നാണ് അറഫാ ദിനമെന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് എന്നാൽ അറഫയാണ്. അതായത് ഈ ദിവസം അറഫയിൽ ഒത്തുകൂടാൻ സാധിക്കാത്തവർക്ക് ഹജ്ജ് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. എത്രത്തോളം പ്രാധാന്യമുള്ള ആ ഒരു അറഫാ ദിവസം. ആ ദിനത്തിൽ അവിടെ തടിച്ചുകൂടിയ ജനസമൂഹത്തിനിടയിൽ പാമരനുണ്ട്, പണക്കാരനുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അറഫ മൈതാനി മുഴുവനും ഒരു മഞ്ഞുമല പോലെ വെള്ള പുതച്ച് കിടക്കുന്ന സുന്ദരമായ കാഴ്ച. ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്. എത്ര മനോഹരമാണ് ഈ കാഴ്ച. കറുത്തവനും വെളുത്തവനും പണക്കാരനും പാവപ്പെട്ടവനും അങ്ങനെ വേർതിരിവില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ കാഴ്ച. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആശംസകൾ.